ഒരു സാധാരണക്കാരനെ, നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരനെ 5 കോടി രൂപ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലാൻഡിലെ വാല്യൂ എന്നല്ല പറയുന്നത്, എനിക്ക് വീടിന്റെ വാല്യൂ 1 കോടിയുണ്ട്, അതുവഴി ഞാൻ 5 കോടി എത്തിച്ചു, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒരു ലിക്വിഡേറ്റബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സോ സേവിങ്സ് അക്കൗണ്ടോ FD പോലത്തെ ഇൻവെസ്റ്റ്മെന്റ്സിൽ 5 കോടി റേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കും, അതിൽ എത്ര റിട്ടേൺസ് വേണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം എന്ന് പറയുന്നത്. ഒരു 5 കോടി ലിക്വിഡേറ്റബിൾ ആയിട്ട് ഒരു അസറ്റ് ഉള്ള ഒരാളും 50 കോടി ലിക്വിഡേറ്റ് അല്ലെങ്കിൽ 100 കോടി ലിക്വിഡേറ്റബിൾ ആയിട്ടുള്ള അസറ്റ് ഉള്ള ഒരാളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല എന്ന് ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് പല ഇടത്തും പറയുന്നുണ്ട്. റീസെന്റ് മാധവൻ, ആക്ടർ മാധവനും അത് പറയുന്നുണ്ടായിരുന്നു ബോംബെനെ കുറിച്ച്. അതെന്താണെന്ന് വെച്ചാൽ ലെറ്റ്സ് ഇപ്പോൾ കൊച്ചി പോലത്തെ ഒരു സിറ്റിയിൽ 5 കോടി രൂപ ഉള്ള ഒരാളാണ് നിങ്ങൾ, നിങ്ങളുടെ ഒരു സേവിങ്സിൽ 5 കോടി രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ. അതുപോലെ തന്നെ 50 കോടിയുള്ള ഒരു വേറെ ആളുണ്ടോ എന്ന് വിചാരിച്ചോ. മാക്സിമം നമുക്ക് എവിടെ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റും? നമുക്ക് മാക്സിമം ഹയറ്റിലോ അല്ലെങ്കിൽ ഒരു മാരിറ്റിലോ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അവിടെ പുള്ളി കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സെയിം ആണ്. അതുപോലെ തന്നെ മാക്സിമം കുട്ടികളെ ഏത് സ്കൂളിലേക്ക് വിടാൻ പറ്റും? കൊച്ചിക്കകത്താണെങ്കിൽ ഗ്ലോബൽ അല്ലെങ്കിൽ IBS പോലത്തെ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് വേണമെങ്കിൽ വിടാൻ പറ്റും. അതല്ലേ മാക്സിമം പറ്റുള്ളൂ. എന്ന് പറയുന്ന പോലെ ഇപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയി കിടക്കും? ആസ്റ്ററിൽ പോയി കിടക്കും. അയാളും ആസ്റ്ററിൽ അടങ്ങി കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സർട്ടൻ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു വെൽത്ത് എന്നുള്ളത് തന്നെ ഒരു വാല്യൂ ഇല്ലാതെയാവും എന്ന് പല ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും പറയുന്നത് വളരെ കറക്റ്റാണ്. അതിന്റെ ബേസിലാണ് ഞാൻ 5 കോടി എന്നുള്ളൊരു ഫിഗർ നമ്മൾ അറൈവ് ചെയ്ത്. എപ്പോഴും നമ്മൾ 1 കോടിനെ കുറിച്ചാണ് പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 5 കോടി എത്താൻ ആദ്യം 1 കോടി എത്തണം, അത് വേറെ വിഷയം. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു 100 ഇൻവെസ്റ്റേഴ്സിനെ 1 crore എത്തിക്കാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ഇഫ് യു വോണ്ട് ടു റേസ് യുവർ ഫസ്റ്റ് 1 crore, താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റും അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഒരു NISM സർട്ടിഫൈഡ് ആയിട്ട് ഒരു റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 15 മിനിറ്റ്സ് മീറ്റ് ചെയ്യാൻ ഫ്രീ ആയിട്ട് പറ്റും. അതിന്റെ യൂട്ടിലൈസ് ചെയ്യുക, ആ ഒരു ഫെസിലിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇത് 31 മാർച്ച് വരെ ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പുതിയൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്കും മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിലേക്കും ഹാൻഡ് ഹോൾഡ് ചെയ്യാനും, എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ ആണെങ്കിൽ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്ത് അതിനകത്തുള്ള പ്രോസ് ആൻഡ് കോൺസും അതിനകത്തുള്ള എക്സ്പോഷേഴ്സും, ഇൻഡസ്ട്രി എക്സ്പോഷേഴ്സ്, സെക്ടർ എക്സ്പോഷേഴ്സ്, ലാർജ് ക്യാപ് സ്മോൾ ക്യാപ് എക്സ്പോഷേഴ്സ്, ഇതൊക്കെ ഒരു ജസ്റ്റിഫൈഡ് ആയിട്ടാണോ നിൽക്കുന്നത്? 10 years കഴിയുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എന്ത് സംഭവിക്കും? എങ്ങനെയാണ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതൊക്കെ റിസർച്ച് അനലിസ്റ്റ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ എൻ്റെ പേഴ്സണൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ക്യൂറേറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതും ആ ഒരു NISM റിസർച്ച് സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ടീം മെമ്പേഴ്സ് ആണ് അതിനകത്ത് അത് പോസ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ ഡ്യൂ കോഴ്സ് ഓഫ് വെൽത്ത് ബിൽഡിംഗ് പ്രോസസ്. അപ്പോൾ നമ്മൾ 5 കോടി ബിൽഡ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? നമുക്ക് റെഡിയാണോ 5 കോടി ബിൽഡ് ചെയ്യാൻ? 5 കോടി എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? എത്ര സമയം നിങ്ങൾ എടുക്കും? അത് നമ്മൾ പല പാരാമീറ്റേഴ്സിൽ നമുക്കൊന്ന് മിക്സപ്പ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം. സ്ട്രേറ്റ് അവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ലൈക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലൈക്ക് ചെയ്യാനുള്ള ചാൻസ് പറഞ്ഞാൽ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് റീച്ചസ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് ദാറ്റ് everyone will also be aspired to do a 5 crore figure in their wealth management process, wealth building process. അപ്പോൾ once again, welcome to my channel. Let's get straight to the video. അപ്പോൾ ഈ വീഡിയോ ബേസിക്കലി ഞാനൊരു കാൽക്കുലേറ്റർ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഈ കാൽക്കുലേറ്റർ നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ID സെൻഡ് ചെയ്യണമെങ്കിൽ 5 crore കാൽക്കുലേറ്റർ എന്ന് മാത്രം നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഈ ഒരു കാൽക്കുലേറ്റർ ഞങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ID സെൻഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനുള്ള ചാൻസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് റീച്ചസ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. എല്ലാവർക്കും ഒരു 5 crore ആസ്പിറേഷൻ അത് വരാൻ വേണ്ടി പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോഴത്തേക്കും 5 crores നമുക്ക് കൊടുക്കാം. 55 lakhs, 50 lakhs, 5 crores. ഓക്കെ, നമുക്കിത് 2-3 കാറ്റഗറി ഓഫ് ആൾക്കാരായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഒരു 50,000 സാലറി ഉള്ള ഒരാളായിട്ട് നമുക്ക് കാണാം. രണ്ടെന്ന് പറയുന്നത് ഒരു 1 lakh സാലറിയുടെ ഒരാളായിട്ട് കാണാം. അതല്ലെങ്കിൽ 1.5 lakhs, അങ്ങനെ 3 കാറ്റഗറി ഓഫ് ആൾക്കാരായിട്ട് കാണാം. 50,000 സാലറിയുടെ ഒരാളാണ് നിങ്ങളെങ്കിൽ ഐഡിയലി നിങ്ങൾ സംവെയർ ബിലോ 30 years ഏജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയം കൂടുതലുണ്ടാവും. പക്ഷേ അതുപോലെ തന്നെ 1 lakh എബവ് സാലറി ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 35-40 അകത്തുള്ള ഒരു ആളും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സമയമാണ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. 1.5 lakhs ആൻഡ് എബവ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു സീനിയർ മാനേജ്മെന്റ് ലെവലിൽ ഒരാളാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറി ഓഫ് ആൾക്കാരായിട്ട് തിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സേവിങ്സിൻ്റെ ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാവും. ഫോർ എക്സാമ്പിൾ 20% ഓഫ് സാലറി ആയിരിക്കും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ചിലർക്ക് 30% സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 30% ഡിറ്റർമിൻ ചെയ്യും നമ്മൾ എത്ര നാൾ എടുക്കും 5 കോടി ഉണ്ടാക്കാനെന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 50,000 rupees സാലറി കിട്ടുന്ന ഒരാളുടെ സിറ്റുവേഷൻ നോക്കുക. ഈ 50,000 rupees സാലറി കിട്ടുന്ന ആൾക്ക് 5 കോടി രൂപ എങ്ങനെ എത്തിക്കാൻ പറ്റും, ആ എത്തിക്കാൻ എത്ര സമയം എടുക്കും, എത്ര റിട്ടേൺസ് ഉണ്ടാക്കണം ആ പോർട്ട്ഫോളിയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 5 കോടിയാണ് നമ്മുടെ ഇത് ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്കൊരു 10 lakhs കൊടുക്കാം. കാരണം നമ്മൾ 30 year ഉള്ളതാണല്ലോ, നമ്മൾ അവിടെയൊക്കെ വർക്ക് ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സേവിങ്സ് ഉണ്ടാവും നമുക്ക് അസ്യൂം ചെയ്യാം. ഇല്ലാത്ത കേസ് നമുക്ക് എടുക്കാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം 10 lakhs നമുക്ക് കൊടുക്കാം. 10
1 2 3 10 lakhs കൊടുത്തു. അപ്പോൾ 50,000 സേവിങ്സ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ 30% നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ 50,000 സേവിങ്സ് അല്ല സാലറി ഉള്ള ഒരാളാണെങ്കിൽ 30% ആണ് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ 15,000 ആയിരിക്കും നമ്മുടെ മന്ത്ലി സേവിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബിറ്റ്വീൻ 12 to 15% ആണ് റിട്ടേൺസ് കൊടുത്തിട്ടുള്ളത് ഓവർ ദ ലാസ്റ്റ് 10 years. കഴിഞ്ഞ 1 year ഭയങ്കര മോശപ്പെട്ട പ്രകടനമായിരുന്നു, എന്നാലും നമുക്ക് 12% നമുക്ക് കൊടുക്കാം. അപ്പോൾ എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് നമുക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. 25 years എടുക്കും 5 crores ഉണ്ടാക്കാനായിട്ട് ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് എ ഗ്രോത്ത് റേറ്റ് ഓഫ് 12%. ഇനി ഇതിനകത്ത് 30% അല്ല വേണമെങ്കിൽ 50% സേവ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ എടുക്കാം. അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ് 15% കൊടുക്കാം. ഓക്കെ, ഗ്രോത്ത് റേറ്റ് 15% ആണെങ്കിൽ ക്ലോസ് ടു 20 years എടുക്കും 5 crore എത്തിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു 30-year-old 50,000 സാലറി നമ്മുടെ ജനറൽ അസംഷൻ എന്ന് പറയുന്നത് നമ്മളൊരു 30-year-old ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 50-year-old ആകുമ്പോൾ തന്നെ 5 crores ടോട്ടൽ നെറ്റ് വർത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഓൺലി ഇഫ് യു സേവ് 30% ഓഫ് യുവർ സാലറി. ഇനി നിങ്ങൾ ഇതിനകത്ത് 25 കൊടുത്തു നോക്കി, അതായത് 50% ഓഫ് യു സാലറി സേവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 21 years മാറി 19 years ആയി മാറി. ദാറ്റ് ഇസ് സംവെയർ ബിറ്റ്വീൻ 18-19 years എടുക്കും നിങ്ങൾ ഒരു 5 crores എന്ന് പറയുന്ന ഡ്രീം ഫിഗർ എത്താൻ. 50,000 rupees സാലറി ഉള്ള ഒരാളാണെങ്കിൽ ഇത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 10 lakhs വെച്ചിട്ടാണ്. 10 lakhs ഒന്നുമില്ല എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിലും ക്ലോസ് ടു 21-22 years എടുക്കും നമ്മൾ ആ ഒരു ഫിഗറിലേക്ക് എത്താൻ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടഡ് ഗ്രോത്ത് ആണ് ഇവിടെ ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആവുന്നത്. കോമ്പൗണ്ടഡ് ഗ്രോത്ത് വരുന്ന രീതിക്കാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു പ്രോസ്പെക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി 1.5 lakhs സാലറി ഒരാളുടെ അസംഷൻ നമുക്ക് നടത്താം. 1.5 lakhs സാലറി എന്ന് പറയുമ്പോൾ 30% ആണ് പുള്ളി സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ലോസ് ടു 50,000 rupees ആണ് പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. കാരണം ആളുടെ ഏജ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് ഇസ് എ ലിറ്റിൽ മോർ ഹയർ. അപ്പോൾ 25 lakhs നമുക്ക് സേവിങ്സ് ആയിട്ട് നമുക്ക് എക്സിസ്റ്റിംഗ് സേവിങ്സ് ആയിട്ട് കൊടുക്കാം. മന്ത്ലി സേവിങ്സ് എന്ന് പറയുന്നത് 50,000 ആണല്ലോ, കാരണം നമ്മൾ 30% ആണല്ലോ സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 50,000 മന്ത്ലി കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 15 yearsനുള്ളിൽ പുള്ളിക്ക് 15% ഗ്രോത്ത് റേറ്റ്, 14 yearsനുള്ളിൽ പുള്ളിക്ക് 5 crores എന്ന് പറയുന്ന ഡ്രീം ഫിഗർ പുള്ളിക്ക് എത്തിക്കാൻ പറ്റും. ഇനി 12% ആണ് പുള്ളിയുടെ ക്ലോക്ക് ചെയ്യാൻ പോകുന്ന റിട്ടേൺസ് എന്ന് ആണെങ്കിൽ ഒരു 16.6% ഇയേഴ്സ്, അത് ക്ലോസ് ടു 17 yearsൽ പുള്ളി എത്തിക്കും. അപ്പം ഇതിനകത്ത് വേറെ റിസംഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ 50% നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് 75,000 പുള്ളിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 12% തന്നെ 14 yearsനുള്ളിൽ പുള്ളി എത്തും. 5 crores എന്നുള്ള ഡ്രീം ഫിഗർ 15%-ൽ 12 yearsലാണ് പുള്ളി എത്തുന്ന ഡ്രീം ഫിഗർ എന്ന് പറയുന്നത്. 12 years ഒക്കെ ബ്ലിങ്ക് ഓഫ് ദി ഐസിൽ തീർന്നു പോകും. അതായത് നമ്മൾ കണ്ണടച്ച് തുടങ്ങുമ്പോഴത്തേക്കും 12 years തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഡിറ്റർമിൻഡ് ആയിട്ട് 5 crores എന്ന് പറയുന്ന ഒരു ഡ്രീം എന്ന് പറയുന്നത് വളരെ ഫാർ ഓഫ് ആണെന്ന് ചിന്തിക്കാതെ നമുക്കിപ്പോഴേ അതിനെക്കുറിച്ചുള്ള പ്ലാനിങ് തുടങ്ങാനുള്ള ചിന്തകൾ നമ്മൾ ചെയ്യണം. അതിനാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. 5 crores എന്നത് ഇറ്റ് ഇസ് നോട്ട് ഡ്രീം, ദാറ്റ് ഇസ് ഫാർ ടു ഓഫ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ കോണ്ടന്റിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളത് ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ചാനലും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു ബിൽഡ് യുവർ വെൽത്ത് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് യു വിത്ത് so much of information that you will be able to take a right decision as far as your wealth building is concerned. So thank you so much for watching. Until we see you next time, Thomas Verghese signing off.